എന്തെങ്കിലും ഒരു ട്രെൻഡ് കണ്ടാൽ അതിനൊപ്പം ഓടാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ, പ്രത്യേകിച്ച് നമ്മൾ ഈ മലയാളികൾക്ക്. ഇപ്പോൾ ഇതാ ChatGPT-യുടെ കാരിക്കേച്ചർ ട്രെൻഡാണ് താരം. ഇതിനോടൊപ്പം തന്നെ ഈ ട്രെൻഡ് സോഷ്യൽ മീഡിയ കീഴടക്കി കഴിഞ്ഞു. നമ്മുടെ ഒരു സാധാരണ ഫോട്ടോ നൽകിയാൽ ChatGPT അല്ലെങ്കിൽ മറ്റ് AI ടൂളുകൾ അത് രസകരമായ ഒരു കാരിക്കേച്ചറോ കാർട്ടൂൺ ആക്കി മാറ്റിത്തരും. ജോലി, ഹോബികൾ ഇതൊക്കെയാണ് ഉപഭോക്താക്കൾ ഇതിനായി തിരഞ്ഞെടുക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഇത് തരംഗമായി മാറിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. എന്നാൽ ഈ കൗതുകത്തിന് പിന്നിൽ വലിയൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതെ, ഈ ട്രെൻഡ് നിങ്ങളുടെ സ്വകാര്യതയെ ഗുരുതരമായി ബാധിച്ചേക്കാം. കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ആദ്യം ഈ ട്രെൻഡിനെ കുറിച്ച് ലളിതമായി ഒന്ന് പറയാം. ആളുകൾ തങ്ങളുടെ ഒരു ഫോട്ടോ ChatGPT-യിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ രസകരമായ ഒരു കാരിക്കേച്ചർ ആക്കി മാറ്റൂ എന്ന് ആവശ്യപ്പെടുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ആ ഫോട്ടോയുടെ പ്രത്യേകതകൾ ഒട്ടും ചോരാതെ ഒരു മനോഹരമായ കാർട്ടൂൺ ചിത്രം റെഡിയാകുന്നു. കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വൈറലായി. പക്ഷേ ഒരു കാര്യം ആലോചിച്ചു നോക്കൂ, നമ്മൾ നൽകുന്ന ഈ ഫോട്ടോകൾ പിന്നീട് എവിടെ പോകുന്നു? അവ എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത്? നിങ്ങൾ ഒരു ഫോട്ടോ AI-ക്ക് നൽകുമ്പോൾ അത് കേവലം ഒരു ചിത്രമായിട്ടല്ല അവർ കാണുന്നത്. നിങ്ങളുടെ മുഖത്തിന്റെ പ്രത്യേകതകൾ, പശ്ചാത്തലം, ലൊക്കേഷൻ തുടങ്ങി നിരവധി വിവരങ്ങൾ ആ ഡാറ്റയിൽ അടങ്ങിയിട്ടുണ്ടാകും. മിക്ക AI കമ്പനികളും തങ്ങളുടെ മോഡലുകളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ഉപഭോക്താക്കൾ നൽകുന്ന ഈ ഡാറ്റ ഉപയോഗിക്കാറുണ്ട്. അതായത് നിങ്ങളുടെ സ്വകാര്യ ഫോട്ടോകൾ ഒരു സെർവറിൽ സൂക്ഷിക്കപ്പെടുകയും ഭാവിയിൽ AI-യെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുകയും ചെയ്തേക്കാം. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ കമ്പനികളുടെ സെർവറുകൾ ഹാക്ക് ചെയ്യപ്പെട്ടാൽ നിങ്ങളുടെ ചിത്രങ്ങളും വിവരങ്ങളും ദുരുപയോഗം ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. മറ്റൊരു വലിയ പേടി സ്വപ്നം ഡീപ് ഫേക്ക് ആണ്. നിങ്ങളുടെ ഹൈ ക്വാളിറ്റി ഫോട്ടോകൾ AI-ക്ക് ലഭിക്കുമ്പോൾ അത് ഉപയോഗിച്ച് വ്യാജമായ ഫോട്ടോകളോ ചിത്രങ്ങളോ നിർമ്മിക്കാൻ സാധിക്കും. കാരിക്കേച്ചർ ട്രെൻഡ് വഴി ദശലക്ഷക്കണക്കിന് ആളുകളുടെ മുഖങ്ങളാണ് ഓരോ ദിവസവും ഈ പ്ലാറ്റ്ഫോമിൽ എത്തുന്നത്. മാത്രമല്ല, തേർഡ് പാർട്ടി ആപ്പുകളെ കുറിച്ചും ജാഗ്രത വേണം. ഔദ്യോഗികമായ ChatGPT ആപ്പിന് പകരം സമാന പേരിൽ ഇറങ്ങുന്ന പല വ്യാജ ആപ്പുകളും നിങ്ങളുടെ ഗാലറിയിലേക്ക് പൂർണ്ണമായ അനുമതി ചോദിക്കാറുണ്ട്. ഇത് നിങ്ങളുടെ ഫോണിലെ ബാങ്കിംഗ് വിവരങ്ങളും മറ്റ് സ്വകാര്യ ചാറ്റുകളും ചോർത്താൻ ഇടയാക്കും. അപ്പോൾ ഇതിന് പരിഹാരമില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. ഇത്തരം AI ട്രെൻഡുകളുടെ ഭാഗമാകുമ്പോൾ ഈ മുൻകരുതലുകൾ നിർബന്ധമായും എടുത്തിരിക്കണം. അതിൽ ആദ്യത്തേത് പ്രൈവസി സെറ്റിംഗ് പരിശോധിക്കുക എന്നതാണ്. ChatGPT പോലുള്ള ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ചാറ്റ് ഹിസ്റ്ററി ആൻഡ് ട്രെയിനിങ് എന്ന ഓപ്ഷൻ ഓഫ് ചെയ്ത് വെക്കുക. ഇതുവഴി നിങ്ങളുടെ ഡാറ്റ AI പരിശീലനത്തിന് ഉപയോഗിക്കുന്നത് തടയാനാകും. മറ്റൊന്ന്, തേർഡ് പാർട്ടി ആപ്പുകൾ ഒഴിവാക്കുക എന്നതാണ്. ആപ്പിൾ സ്റ്റോറിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ഉള്ള ഔദ്യോഗിക ആപ്പുകൾ മാത്രം ഉപയോഗിക്കുക. തീർത്തും വ്യക്തിപരമായ വിവരങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള ഫോട്ടോകൾ ഒഴിവാക്കുക. ഇന്റർനെറ്റിൽ ഒന്നും തന്നെ പൂർണ്ണ സൗജന്യമല്ല. നിങ്ങൾ നൽകുന്ന വിവരങ്ങളാണ് അവിടെയുള്ള ഉൽപ്പന്നം. സാങ്കേതിക വിദ്യ ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ സ്വന്തം സ്വകാര്യത കൂടി സംരക്ഷിക്കാൻ നാം ശ്രദ്ധിക്കണം.